അവളെ പിടിച്ച് പുറത്താക്കാൻ ആ സെക്യൂരിറ്റിയോട് പറ ദേവാ. അല്ല, അവന്റെ സമ്മതമില്ലാതെ ഇവളെങ്ങനെ ഗേറ്റിന് ഇപ്പുറം കടന്നു? ഇവിടെ വേണോ? ആരെ അവരെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? തന്നോട് പറഞ്ഞിട്ടില്ലേ അന്യരെ ആരെയും അനുവാദമില്ലാതെ ഇങ്ങോട്ട് കയറ്റിവിടരുതെന്ന്? സാറേ, ഞാൻ തടഞ്ഞതാ. ചെരിപ്പൂരി എന്നെ അടിക്കാൻ വന്നു. ഓഹോ, അപ്പൊ രണ്ടും കളിപ്പിച്ചു തന്നെയാ. എന്നാ പിന്നെ നീ ചെരിപ്പൂരി അടിക്കടി. ആദ്യം അത് നടക്കട്ടെ. ഒറ്റ ചോദ്യമുള്ളൂ എനിക്ക്. അമ്മൂനെ കാണാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്ന് എന്നോട് പച്ച മലയാളത്തിലല്ലേടി പറഞ്ഞത്. എങ്കിൽ നോക്കിക്കോ താൻ. 24 മണിക്കൂറിനകം നിങ്ങളുടെയൊക്കെ കൺമുന്നിലൂടെ ഞാൻ കയറി ചെന്ന് അമ്മൂനെ കാണും. നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ അപ്പൊ തടയും. നീ പുറത്തു പോടി. ഞാഞ്ഞൂലിന്റെ അത്രേ ഉള്ളൂ, എന്നിട്ട് പേടിപ്പിക്കുന്നു. നീ വാ മോളെ, നമുക്ക് പോയിട്ട് ഒന്നുകൂടെ വരാം. ആ, നീ പോയിട്ട് വാ, അപ്പൊ കാണാം. അവളെ പിടിച്ച് പുറത്താക്കിയിട്ട് ഗേറ്റ് അടക്കണോ? ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നു. കുഞ്ഞമ്മയോ? ഹലോ, സുധർമ്മയല്ലേ? ഞാൻ മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് വിളിക്കാറില്ലെങ്കിലും ഞാൻ എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ എന്നും ഓരോ പ്രശ്നങ്ങളല്ലേ സുധർമ്മേ, അതാ വിളിക്കാൻ സമയം കിട്ടാത്തത്. ഹാ, നരേന്ദ്രന്റെ കാര്യം വലിയ കഷ്ടായിപ്പോയി എന്ന് വിചാരിച്ച് നമ്മൾ എന്നും അതോർത്ത് സങ്കടപ്പെട്ടിരുന്നാ മതിയോ കുഞ്ഞമ്മേ? ആ, എന്ത് ചെയ്യാനാ സുധേ, ഈശ്വരൻ അവന് അത്രേ ആയുസ് കൊടുത്തുള്ളൂ. അലച്ചിലൊക്കെ തീർത്ത് സുഖമായിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായപ്പോ അതനുഭവിക്കാനുള്ള യോഗം ഇല്ലാതായിപ്പോയി. ഹാ, അമ്മ എങ്ങനെയാ? അവൾക്ക് ഇപ്പോഴും വലിയ സങ്കടാണോ? ഓ, സങ്കടം. നരേന്ദ്രന്റെ കഥ കഴിയാൻ കാത്തിരിക്കായിരുന്നു അവള്. ഇനി ഈ സ്വത്ത് മുഴുവൻ അവൾക്ക് ഭരിക്കാമല്ലോ. ആ, അതൊന്നും വകവെച്ച് കൊടുക്കരുത് കുഞ്ഞമ്മേ. നരേന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ അവകാശികൾ കുഞ്ഞമ്മയും മക്കളും അല്ലേ? പാലപ്പടിക്കലെ അടുക്കളക്കാരിയായിരുന്നു അവൾക്ക്. സ്വത്തിൽ എന്താ അവകാശം? സ്വത്ത് കിട്ടുമെന്നായപ്പോ പലരും അവളെ അന്വേഷിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പെരുമ്പാവൂരുകാരൻ അമ്മൂനെ അന്വേഷിച്ച് ഓഫീസിൽ ചെന്നിരുന്നു എന്ന് പിള്ളേര് പറഞ്ഞു. ആ, അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. വിജയകൃഷ്ണന് വിനീത എന്ന് പേരുള്ള ഒരു പെങ്ങളുണ്ടോ സുധേ? വിനീതയോ? ആ, ഉണ്ട്. വിജയേട്ടന്റെ ഇളയ പെങ്ങളാ. ആ, അമ്മൂനെ കാണുന്നു പറഞ്ഞ് വിനീത ഇവിടെ വന്നു. നേരാണോ കുഞ്ഞമ്മേ? അവൾക്കെന്താ അമ്മൂനെ കാണേണ്ട ആവശ്യം? അത് തന്നെയാ എന്റെ സംശയം. എന്തായാലും കാണാൻ പിള്ളേര് സമ്മതിച്ചില്ല. അവൾ വലിയ കുഴപ്പക്കാരിയാണോ സുധേ? എവിടെ വെറിഞ്ഞാഞ്ഞൂല്. അവൾ എന്ത് കുഴപ്പമുണ്ടാക്കാനാ? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ആ, ഇവിടെ ഞങ്ങളെയൊക്കെ ഭരിക്കാൻ വന്നു. അത് പോരാഞ്ഞ് ഭീഷണിയും. അത് കേട്ടൊന്നും നിങ്ങൾ വകവെക്കണ്ട. കാൽ കാശിന് വകയില്ലാത്തവളാ. പക്ഷേ നാക്കിന് നല്ല പച്ചയാണല്ലോ സുധേ. അമ്മ, ആ ഫോണിങ് ഒന്ന് ഇങ്ങി താമേ. ഞാനാ ജയന. അവള് നിങ്ങളുടെ ആരാ ചേച്ചി? അവക്കെന്താ അമ്മുമായിട്ട് ഇടപാട്? ആ, വിജയേട്ടന്റെ പെങ്ങളാ. ദാരിദ്ര്യം പിടിച്ച ജീവിതമല്ലേ. അമ്മുവിനെ കണ്ടാൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെന്ന് കരുതി വന്നതായിരിക്കും. ആ, എന്തായാലും ഞങ്ങള് വീട്ടിൽ കയറ്റില്ല. ആ, അതേതായാലും നന്നായി ചെയ്യാ. ഇനി വന്നാലും വീട്ടിൽ കയറ്റാനോ അമ്മുവിനെ കാണാനോ അനുവദിക്കരുത്. അമ്മുവിന്റെ ആ രഹസ്യക്കാരനില്ലേ, ആ പെരുമ്പാവൂരുകാരൻ, അവനും ഈ വിനീതയൊക്കെ ഒറ്റക്കെട്ടാ. അവളെ അവൻ പറഞ്ഞയച്ചതാണോ എന്ന് പോലും സംശയിക്കണം. ഓഹോ, എങ്കി അവളെ സൂക്ഷിക്കണമല്ലോ. അമ്മുവിന്റെ മേലും ഒരു കണ്ണ് വേണം. ആ, അവളിപ്പോ എങ്ങനെയുണ്ട് ജയ? ഒരുമാതിരി മെരുങ്ങിയോ? ആ, മെരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ നിങ്ങളുടെ പേരിലായോ ജയ? ഓ, അതിനൊക്കെ ഒരുപാട് കാലം പിടിക്കല്ലേ. നിയമവും കോടതിയും
എന്തെല്ലാം നൂലാമാലകൾ ഇനിയും കിടക്കുന്നു. ശരി ചേച്ചി, ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. ഹലോ. ആ കുഞ്ഞമ്മേ, നമ്മുടെ ജയനും ദേവനും കൂടി ഒരു ദിവസം ബന്ദിപ്പൂര് പോയിരുന്നോ? ഏയ് ഇല്ല. അവിടുന്ന് ആരും പോയില്ലേ? ഇല്ലെന്നേ. എന്താ സുധേ കാര്യം? ഏയ്, ഞാനൊരു സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചതാ. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുഞ്ഞമ്മേ. അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് കാണുമ്പോഴാവട്ടെ. ആ എന്നാ ശരി കുഞ്ഞമ്മേ. ഇങ്ങനെ അടിക്കടിയുള്ള കൂടിക്കാഴ്ച തന്നെ ശരിയല്ല. പുറമേ നിന്ന് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമായിട്ട് വരും. ഇത്തവണ അങ്കിള് തന്നെ അവന്മാരോട് തീർത്ത് പറഞ്ഞേക്ക്, ഇടയ്ക്കിടെയുള്ള ഈ മീറ്റിംഗ് നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന്. നമ്മളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ അങ്കിളെ? ഇല്ലായിരിക്കാം, പക്ഷേ ഉണ്ടെങ്കിലോ? ഉദാഹരണത്തിന് തമ്പിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ്, അവര് ജയന്റൻ ദേവന്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കുമല്ലോ. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ കാണുന്നത് പോലീസ് സംശയിച്ചെന്നിരിക്കും. നമ്മൾ എന്തിനാ വെറുതെ തലവെച്ച് കൊടുക്കുന്നത്? അത് ശരിയാ അങ്കിളെ, ഞാൻ തന്നെ അവന്മാരോട് പറയാം. അങ്കിളിന് അവർക്കൊരു വിലയില്ല. കൊല്ലാൻ മടിയില്ലാത്തവരാണല്ലോ പേടിക്കേണ്ടത്. ഹലോ. അതെ, ഞങ്ങൾ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് നിങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനോ പഞ്ചാര വർത്താനം പറയാനോ ഒന്നും അല്ല. ഒന്നുകിൽ പ്രോപ്പർട്ടികളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതുമല്ലെങ്കിൽ 2 കോടി രൂപ. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്. എന്റെ ഹരീഷ്, ഡോക്യുമെന്റ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയാ തരുന്നത്? മുനിസിപ്പാലിറ്റിയുടെ ചവിട്ടുകൂമ്പാരത്തിലോ? എടോ, അത് തമ്പിയുടെ സേഫിലോ ബാങ്ക് ലോക്കറിലോ നോക്കണം. തമ്പി അങ്കിളിന് 2-3 ഹിഡൻ അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ ബാങ്കിലാണെന്ന് പോലും അറിയില്ല. തപ്പിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചുമ്മാ അതും ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തമ്പിയുടെ ഇടപാട് തീർത്തു തന്നിട്ട് മാസം എത്രയായി? വാക്കു പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? പറ്റിക്കാനാണെങ്കിലേ പണി തരാൻ ഞങ്ങൾക്കും അറിയാം. ഇതിപ്പോ ഡോക്യുമെന്റ്സ് കിട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? തുട്ട് ഞങ്ങൾക്ക് ഡോക്യുമെന്റ്സ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പറഞ്ഞു വെച്ച 2 കോടി രൂപ തന്നേക്ക്. അത് ഒരൊറ്റ അനോണിമസ് കോള് മതി നിങ്ങളെ രണ്ടിനെയും പൂട്ടാൻ. പാലപ്പടിക്കൽ വിജയകൃഷ്ണൻ മരിച്ച രാത്രിയിൽ നരേന്ദ്രൻ തമ്പിയുടെ അനന്തരവന്മാർ 2 പേരും എവിടെയായിരുന്നു എന്ന്. അങ്ങനെ വരട്ടൊന്നും വേണ്ട. കുടുങ്ങിയാൽ നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ കൊടുക്കും. ആരും രക്ഷപ്പെടില്ല. ഇതാ 10 ലക്ഷം രൂപയുണ്ട്. 10 ലക്ഷോ? ഇതുകൊണ്ട് എന്താവാനാ? ബാക്കി 1,90,00,000 രൂപ എവിടെ? തരാന്ന് പറഞ്ഞില്ലേ ഹരീഷേ? അങ്കിളിന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഞങ്ങളുടെ പേരിലേക്ക് ഒന്ന് മാറ്റി കിട്ടട്ടെ. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിൽ നിങ്ങളുടെ പൈസ തരും. ബാങ്കിൽ കിടക്കയല്ലേ നീക്കിയിരിപ്പ് പണം. തമ്പിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഉണ്ടായിരിക്കും. ഏതൊക്കെ ബാങ്കിലാണെന്നൊക്കെ ഇനി തപ്പിയെടുക്കണ്ടേ? ഇതാണ്ടേ, ഇതിപ്പോ പൊന്നൂര് തോട്ടത്തിൽ നിന്ന് 1 ലോഡ് റബ്ബർ വിറ്റ പൈസയാ. ബാക്കി 1,90,00,000 ഇൻട്രസ്റ്റ് കൂടി തരേണ്ടി വരും. അതെല്ലാം തരാന്ന് പറഞ്ഞില്ലേ? തമ്പി അങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാൽ മതി, 50-100 കോടി രൂപ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഈ 2 കോടി എന്ന് പറഞ്ഞാൽ വെറും പുല്ല. തൽക്കാലം ഇത് വെറും ഒരു അഡ്വാൻസ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. അങ്ങളെ എങ്ങനെയാ അങ്ങളെ? നമ്മൾ ഈ നക്കാപ്പിച്ച വാങ്ങിച്ച് കൈ നാറ്റിക്കണോ? ഏതായാലും കൊണ്ടുവന്നല്ലേ, അവരെ നിരാശപ്പെടുത്തണ്ട. ഒരു ടോക്കൺ അഡ്വാൻസ് എന്ന് കരുതിയാൽ മതി. വാങ്ങിച്ചു. ഇതൊരുമാതിരി നാണം കെട്ട ഡീലായി പോയി. 2 കോടി രൂപ കിട്ടാനുള്ളവന്റെ കയ്യിലേക്കാ 10 ലക്ഷം ഉലുവ. ബ്ലാക്ക് ബിസിനസ് ആണെങ്കിലും അതിനൊരു അന്തസ്സില്ലേ? അതെ, പിന്നെ ഒരു കാര്യം, പ്രോപ്പർട്ടികളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഞങ്ങൾ എന്ന് തരുന്നോ അന്ന് ഈ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ആർക്ക് വേണോ തന്റെ ഈ 2 കോടി? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രമാണം തിരിച്ചു കിട്ടിയാൽ മതി. എന്നാ ഞങ്ങൾ പോട്ടെ. അല്ല, ഇതിന്റെ ബാക്കി എപ്പോഴാ? ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് 10-20 ആയിട്ട് തരും. ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ നേരമൊന്നുമില്ല.
നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച തന്നെ അപകടമാ. തമ്പിയുടെ മർഡർ കേസ് അന്വേഷിക്കുന്ന പോലീസ് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഹലോ, ഇപ്പൊ ഉണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾ സൂക്ഷിക്കണം. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പൊയ്ക്കോ. പോവാം. അങ്ങളെ ഇതാ നല്ലത്. ഡോക്യുമെന്റ്സ് അവന്മാർക്ക് കിട്ടാതെ പോട്ടെ. നമുക്ക് ആ പേരും പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു 10-20 വാങ്ങാലോ. അങ്കിളിന് ഇതിന്ന് വല്ലതും വേണോ? അല്ല, അതെന്തൊരു ചോദ്യമാ? 50-50 അല്ലേ പറഞ്ഞത്? 50-50യോ? അയ്യടാ, കൈ നനയാതെ മീൻ പിടിക്കുന്നവന് നേർപകുതിയോ? അതെനിക്ക് മനസ്സിലായില്ല. കൈ നനയാതെയോ? എന്റെ ഗ്രാൻഡ് ഫാദറിന്റെയും എന്റെ അമ്മയുടെയും പ്രോപ്പർട്ടി ഈടുവെച്ച പൈസയല്ലേ ഇത്? നിന്റെ അമ്മയുടേതോ? എടാ, ഇത് പാലപ്പടിക്കൽ വിജയകൃഷ്ണന്റെ മക്കളുടെയും അവരുണ്ണേണ്ട ചോറല്ലേടാ ഇത്? അതെന്തോ ആയിക്കോട്ടെ, അങ്കിളിന് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. എന്തായാലും ഞാനൊന്നും തന്നില്ലെന്ന് വേണ്ട. ദാ 2 ലക്ഷം പിടിച്ചോ. 2 ലക്ഷമോ? ആർക്ക് വേണോടാ 2 ലക്ഷം? ഇതിന്റെ പേരാ 80-20. അങ്കിളിന് വേണ്ടെങ്കിൽ വേണ്ട. അതെന്തെങ്കിലും ആട്ടെ, നീ വണ്ടി എടുക്ക. നിങ്ങൾ എപ്പോഴാ അവിടെ പോയത്? ഇന്നലെ. അമലെ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സർ, അമ്മുവിന്റെ മൊബൈൽ നമ്പരും വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പരും ഈ പരാതിയിൽ കുറിച്ചിട്ടുണ്ട്. സാർ തന്നെ ഒന്ന് വിളിച്ചു നോക്കണം. ഞാനും ഒരു തവണ പോയതാ സാർ. പക്ഷെ ആ ഗേറ്റിനകത്ത് അവരെന്നെ കയറ്റിയില്ല. നിങ്ങളവിടെ ജോലി ചെയ്തിരുന്ന ആളല്ലേ? തമ്പി സാറിന് പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. കമ്പനിയുടെ പേഴ്സണൽ മാനേജർ എന്നതായിരുന്നു എന്റെ തസ്തിക. തമ്പി സാറിന്റെ ഔട്ട് ഹൗസിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ആരാ തന്നെ പിരിച്ചുവിട്ടത്? തമ്പിയുടെ അനന്തരവന്മാരാണോ? ഞാൻ റിസൈൻ ചെയ്തതാ സാർ. അത് വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ടാ. ആ വീട്ടിലെ കേസെന്ന് വെച്ചാൽ ചീഞ്ഞ പരിപാടിയാ. നമ്മളും കൂടെ നാറും. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അതിലിടപെടാതിരിക്കാനാ എനിക്കിഷ്ടം. ഒരു വലിയ വീടും മനസ്സിന് തീരെ വലുപ്പമില്ലാത്ത കുറെ മനുഷ്യരും. സർ, 2 പെൺകുട്ടികൾ അതിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ട്. സർ അന്വേഷിക്കുന്നില്ലെങ്കിൽ ഹൈക്കോർട്ടിൽ കൊണ്ടുപോയി ഹേബിയസ് കോർപ്പസ് കൊടുക്കേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് കോടതിയിൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ, അപ്പം നിങ്ങൾ രണ്ടും കൽപ്പിച്ച അല്ലേ? സർ, 2 മനുഷ്യജീവനല്ലേ. പട്ടിയോ കോഴിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. വിളിച്ചിട്ട് ഫോണില്ല, വീട്ടിൽ ചെന്ന് അകത്ത് കേട്ടില്ല. തെമ്മാടിത്തരല്ലേ സാർ? നരേന്ദ്രൻ നമ്പിയുടെ വൈഫിന്റെ ആന്റിയത്. സാറിന് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അടുത്ത നടപടി നോക്കിക്കോളാം. എന്നോട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സാറിന് പറയാൻ ഇടവരരുത് എന്ന് ഓർത്തു മാത്ര ഇങ്ങോട്ട് പരാതിയുമായി വന്നത്. CIക്കും DYSPക്കും SP-ക്കും ഞങ്ങൾ ഈ പരാതിയുടെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ശരി, നമുക്കിപ്പോൾ തന്നെ അന്വേഷിക്കാം. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ കൂടെ? ഞങ്ങൾ കൂടെ വരാം സാർ. എല്ലാവരും കൂടി വേണ്ട, ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടികളെ കാണാനും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ അടുപ്പമുള്ള ഒരാൾ. ഞാൻ വരാം സർ. എനിക്ക് എന്തായാലും കണ്ടേ പറ്റൂ. ശരി, വരൂ. അർജുൻ പൊയ്ക്കോ, ഞാൻ പോയിട്ട് വന്നിട്ട് വിവരം അറിയിക്കാം. ശരി, വാ മോളെ. വരൂ. കോളിംഗ് ബെൽ അടിക്കലോ.
സാറായിരുന്നു. എന്താ സാർ? ഇതാരാണെന്നറിയാമോ? ആ, ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? തീരെ ഓർമ്മയില്ലല്ലേ? ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന്. നിങ്ങൾ ഇന്നലെ ഇവരോട് വളരെ മോശമായി പെരുമാറിയെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അയ്യോ സാറേ, ഈ സ്ത്രീ ഞങ്ങളോടാ മോശമായിട്ട് പെരുമാറിയത്. അനുവാദമില്ലാതെ അകത്ത് കയറരുതെന്ന് പറഞ്ഞതിന് എവള് ചെരുപ്പ് ഊരിക്കൊണ്ട് സെക്യൂരിറ്റി തല്ലാൻ ചെന്നു. സാറ് ചോദിച്ചു നോക്ക്. പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ വന്നാ അവര് തല്ലിയെന്നിരിക്കും. അടിച്ചില്ലല്ലോ. തൊട്ടാ ചെരുപ്പിനടിക്കുമെന്ന് പറഞ്ഞു. അത് ഇനിയും പറയും. കണ്ടോ സാറേ അഹങ്കാരം? മര്യാദയ്ക്ക് സംസാരിച്ച പോരെ. ഞങ്ങളോട് വന്ന് തട്ടിക്കേറി നീ പൊടി പുല്ലെന്ന് ഞങ്ങളും പറഞ്ഞു. അല്ല, നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിൽ വന്ന് തമ്പിയുടെ വൈഫിനെ കാണണമെങ്കിൽ ആരുടെയൊക്കെ അനുവാദം വാങ്ങണം? നിങ്ങളറിയാം ഇതൊക്കെ ചോദിക്കാനും അനുവാദം കൊടുക്കാനും ഒക്കെ. അയ്യോ സാറേ, ഈ സെക്യൂരിറ്റി വെച്ചതും തമ്പിയങ്കളുടെ ഭാര്യ തന്നെയാ. തമ്പിയങ്കൾ മരിച്ചതിന് ശേഷം ബന്ധുവാ, സ്വന്തവാ, അമ്മായിയാ, അപ്പച്ചിയാ, ആങ്ങളുടെ മോനാന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. സാറിനറിയാലോ, തമ്പിയങ്കളുടെ മരണം തന്നെ ഒരു കൊലപാതകമാണ്. അങ്കിളിന്റെ ഭാര്യയുടെ സുരക്ഷയെങ്കിലും ഞങ്ങൾ നോക്കണ്ടേ? ഈ വരുന്നവരെയും പോകുന്നവരെയൊക്കെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് വല്ലതും സംഭവിച്ചാ ഞങ്ങളല്ലേ സാർ ഉത്തരം പറയേണ്ടത്? ഈ സ്ത്രീയും കുട്ടിയും അമലെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചാണോ നിങ്ങൾ ഇവരെ അകത്ത് കയറ്റിവിടാത്തത്? സത്യം പറഞ്ഞ അതുകൊണ്ടല്ല സാറേ, അമ്മു ഇവിടെ ഇല്ല. പിന്നെ അമ്മൂനെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാണിക്കും. അവരവിടെ പോയി? പെരുമ്പാവൂര്. അവരുടെ അമ്മാവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അച്യുതക്കുറുപ്പെന്നോ മറ്റോ ആണ് അയാളുടെ പേര്. അവിടെ പോയി 2 ആഴ്ച താമസിച്ച കൊള്ളാവുന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാ കൊണ്ടുവിട്ടത്. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം? മനസമാധാനം വേണ്ട സാറേ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും ഭർത്താവ് മരിച്ചില്ലേ? ഒരാശ്വാസം കിട്ടാൻ വേണ്ടി പോയതായിരിക്കും. പെരുമ്പാവൂരിലെ വീട്ടിലല്ലേ അവര് ജനിച്ചതും വളർന്നതൊക്കെ. ശീതലോടെ കൊള്ളാം, അവൾ അമ്മൂനെ പിരിഞ്ഞിരിക്കൂ. രണ്ടുപേരും കൂടിയാ പോയത്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം എവരോട് പറഞ്ഞില്ല? കാണാൻ പറ്റില്ലെന്നാ എന്നോട് പറഞ്ഞത്. ആ സാറേ, ഇന്നലത്തെ ഇവരുടെ ധാർഷ്ട്യം കണ്ട ആരായാലും അങ്ങനെ പറയത്തുള്ളൂ. അഹങ്കാരം പിടിച്ച സ്ത്രീകളെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് സാറേ. പക്ഷെ ഈ സാധനം അതിന്റെ വിത്ത് പൊട്ടി മുളച്ചുണ്ടായതാ. എന്തായിരുന്നു ഇന്നലത്തെ പ്രകടനം? പെരുമ്പാവൂര് ഫോൺ നമ്പർ ഉണ്ടോ? സോറി, ഇല്ല. അമ്മൂനെ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്ത? അത് 3-4 ദിവസം മുമ്പ് ബക്കറ്റില് വെള്ളത്തിൽ വീണെന്നോ കേടായിന്നോ ഒക്കെ പറയുന്ന കേട്ടു. പുതിയൊരു ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ അതിനുള്ള പൈസയും കൊടുത്താ വിട്ടത്. ഇപ്പൊ വാങ്ങിക്കാണുമായിരിക്കും. ഇവിടുത്തെ ലാൻഡ് ഫോണിന് എന്ത് പറ്റി? അതോ, ദേ ആ റോഡിലൂടെ ഫർണിച്ചറും കയറ്റിക്കൊണ്ട് ഒരു ലോറി പോയതാ. അതിലുണ്ടായിരുന്ന മേശക്കാലിലോ മറ്റോ കുരുങ്ങി ആ കേബിള് പൊട്ടി. കേബിള് മാറ്റിയിടണമെന്ന് പറഞ്ഞ് BSNL ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് 5 ദിവസമായി സാറേ. അവര് പിന്നെ ഇതൊക്കെ ഉപേക്ഷ മട്ടല്ലേ. ഒരൊറ്റ ഒരെണ്ണം ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനകത്ത് കയറി പരിശോധിക്കാം. വീടിനകത്ത് കയറി പരിശോധിക്കണമെങ്കിൽ സെർച്ച് വാറണ്ട് വേണമെന്നൊക്കെയാണ് മര്യാദ. അതുപോലെ ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ അമ്മൂനെ കാണേണ്ടത് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നേരെ പെരുമ്പാവൂർക്ക് വിട്ടാൽ മതി. സാറ് പറഞ്ഞാൽ ഇവിടുന്ന് വേണമെങ്കിൽ കാറ് വിട്ടു തരാം. ഇതിലും കൂടുതൽ എന്ത് വേണം സാറേ ഞാൻ? സാരമില്ല. ഫാനും ഓഫ് ചെയ്യൂ.
സ്റ്റാൻഡ് വിടാം. താങ്ക് യു.